അതിന് മാസ്കിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എവിടെ എത്തിയ ഷാനു മിസ്റ്റർ സിഷാൻ? എവിടെയാ പൊന്നു വന്ന എത്തിയ? അപ്പൊ നമ്മളിപ്പോ സമ്മർ പാലസ് ഇൻ വിന്റർ. So that point. Now I understand why it's called Summer Palace. അതാ നമുക്ക് ഇവിടെ ഊട്ടിന്ന് ഒരാൾ ക്യാബ് നോക്കിയാ എന്നിട്ട് ഒരു മിനിറ്റ് ശരിയായി തരാം. അങ്ങനെ നമ്മൾ സമ്മർ പാലസിന്റെ എൻട്രൻസിൽ. ആ അവിടെ ഒരു സമാധാനമുള്ളവരുണ്ട് അൽഹംദുലില്ലാഹ്. എന്നിട്ടും നമ്മള് കഴിച്ചു വെച്ചിട്ടൊന്നുമില്ല. അത് ഒന്ന് കഴിച്ചു വെച്ചു. അതൊക്കെ നല്ല ഉറക്കം വരുന്നത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗേറ്റ് കാണാൻ പറ്റും. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൻഷോ മാൻ, അതായത് ഗേറ്റ് ഓഫ് ബെനവലൻസ് ആൻഡ് ലോഞ്ചവിറ്റി. അങ്ങനെ നമ്മളിങ്ങനെ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഹോള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആക്ച്വലി ഒരു കാര്യം ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്ത പോലെ ഇവിടുത്തെ ടിക്കറ്റും നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് അവിടെ നിന്ന് പറ്റില്ല. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ ഹോള്. അതായത് അവിടെ എംപറേഴ്സ് അവരുടെ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്സ് അതൊക്കെ അവിടെ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ ആ ഒരു കളേഴ്സും എന്തോ ഒരു ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുമ്പോഴും ഭംഗിയുണ്ട്, ബട്ട് നേരിട്ട് കാണുമ്പോൾ നമ്മളെ മനസ്സിലുള്ള ആ ഒരു ചൈനീസ് ആ ഒരു ആർക്കിടെക്ചർ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ തണുപ്പില്ലാതെ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. അത്യാവശ്യം തണുപ്പെല്ലാം അത്രയില്ല, ബട്ട് സ്റ്റിൽ തണുപ്പൊക്കെ ഉണ്ട്. ഷാനു ഇത് ഈ ജാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ മേലയിലാണ് ഷാനു. I put mask because my face get dry. ഷാനുവിൻ്റെ സ്കിന്ന് മൊത്തം ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഡ്രൈ സ്കിന്നാണ്. പിന്നെ ഇവിടെ മൂക്കിലാണ് കാറ്റടിക്കുന്നത്. ഇവരെല്ലാം കണ്ട ഇവർ അധികം ആൾക്കാരും മാസ്ക് ഇട്ടിട്ട് ഇവിടെ. കാരണം എന്താ വെച്ചാൽ കാറ്റ് ശരിക്കും മൂക്കിലടിക്കുന്നത്. അതിനെ കുറച്ചൊന്ന് മാറ്റാൻ മാസ്ക് ഹെൽപ്ഫുള്ളാണ്. യെസ്, അങ്ങോട്ടാ തന്നൂക്കാനെ തിരിച്ചു കിട്ടിയെന്നുള്ള ഇവരെ അറിയിക്കുക. ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധയ്ക്ക് ആരും ഒന്നും വാങ്ങണ്ട, ജസ്റ്റ് ജാക്കറ്റ് വാങ്ങിയാൽ മതി. അതൊരു സത്യം. അതാണ് നമ്മുടെ പൊന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ സാധനം തണുത്താലും ഐസ്ക്രീം തന്നെ വേണം പൊന്നൂന്. ഓ സോറി. പുന്നൂസ് ബർഗർ കഴിക്കാണ്. ഓക്കെ പറഞ്ഞു ഷാരു ബർഗർ. ഞാനെന്താ ഇങ്ങനെ ആവിയിടുന്ന കുറച്ചോനെ. തന്നൂക്ക കാപ്പി 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 കാപ്പി. തന്നൂക്ക എവിടെ പോയാലും ഇപ്പോൾ കോഫിയാണല്ലോ. ചായ നിർത്തിയ ഞാനൊരു ബന്നും വാങ്ങി. അങ്ങനെ ഉണ്ട് തോട്ട്. ഇതിനെപ്പുറം കുടിച്ചോ. ആരോടോ ആർക്കാ. അങ്ങനെ നമ്മൾ ഉൾവഴികളിൽ കൂടി. ഞാനിക്കെന്താ ഇങ്ങനെ ഉറക്കം വരുന്ന പോലെ സംസാരിക്കുന്ന? തണുപ്പ് അറിയണ്ടാ തോന്നുന്നു. നല്ല ഉറക്കം വരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു നെയിം പോലെ തന്നെ, അതായത് സമ്മർ പാലസ് എന്നുള്ള പേര് പോലെ തന്നെ അത് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു റോയൽ ഗാർഡൻ, അതായത് അവിടുത്തെ എംപറേഴ്സിനും അവരുടെ ഫാമിലിക്കൊക്കെ അതായത് ഹോട്ട് സമ്മറിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാലസാണ് ഈ ഒരു സമ്മർ പാലസ്. അതിന് ചുറ്റും ലേക്ക് ഉണ്ട്, പിന്നെ ഒരുപാട് നല്ല പാർക്ക് പോലെ ഗാർഡൻസൊക്കെ ആക്കി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനെ നടക്കാൻ. ഞാൻ കുറച്ച് ക്ലിപ്സ് എടുക്കാണ്. എനിക്ക് തന്നെ
തണുപ്പ് അത്യാവശ്യം കൂടി വരുന്നുണ്ട് എനിക്ക്. എനിക്ക് നല്ല തണുപ്പുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ വാക്കിനെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് ഈ ഒരു സമ്മർ പാലസ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഒരു ലേക്കൊക്കെ ഇല്ലേ, അതാണിത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ആ സൈഡിലൊക്കെ വാട്ടറൊക്കെ ഐസായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിൻ്ററിൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല എന്താ പറയുക, ഭയങ്കര ഒരു സമാധാനമുള്ള ഒരു സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. പക്ഷെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. സമ്മർ പാലസ് അടിപൊളി സ്ഥലമാണ്. ഇത് ഒരുപാട് നടക്കാറുണ്ട്, കാണാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വിന്ററിൽ വരരുത്, എനിക്ക് തോന്നുന്നു സമ്മറിലും വരരുത്. ഒരു ഓട്ടം ഓർ സ്പ്രിംഗ് സീസണിൽ വരണം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതും എൻജോയ് ചെയ്യാം, തണുത്ത് എൻജോയ് ചെയ്യാം. സ്ഥലത്തൂടെ നമ്മൾ നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട എത്രയോ ചരിത്രം ഉറങ്ങുന്നതല്ലേ, ശരിക്കും എത്ര കഥകൾ ഇതിന്റെ പിറകിലുണ്ടാവും. നല്ല രസമുണ്ട്. പക്ഷെ എന്നിട്ട് ഇവിടെ നല്ല ആളുണ്ട് കേട്ടാ. മേ ബി ഇപ്പോൾ വെക്കേഷൻ ടൈമല്ല, അതായിരിക്കാം. അങ്ങനെ നടന്ന് നമ്മൾ അങ്ങനെ മെയിൻ സമ്മർ പാലസിൻ്റെ ഈ ഒരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സമ്മർ പാലസ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ടും. അങ്ങനെ നമ്മളിനി അകത്തേക്ക് കയറാണ്. അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തു. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത്, ഐ മീൻ സമ്മർ പാലസിൻ്റെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമൊന്നുമില്ല. ബട്ട് നമുക്കിങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് ബീജിംഗ് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും കാറിൽ കയറി. അപ്പോഴേക്ക് സൺസെറ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ. എസ്പെഷ്യലി ഈ ഒരു വിൻ്റർ ടൈമിൽ നല്ല ഇഷ്ടമായി തോന്നി. കാരണം എന്താ പറയുക, വിൻ്ററിൽ നമുക്ക് അറിയാലോ, ഈ നമ്മുടെ ഈ ട്രീസിൻ്റെ ഒക്കെ ലീവ്സൊക്കെ മാറി നല്ല ഉണ്ടായിരുന്നു. എന്താ പറയാനൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ തിരിയുമെന്ന് തോന്നുന്നു. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? കാരണം ബീജിംഗ് രാത്രിയിൽ എന്താ പറയാൻ, ഇറ്റ്സ് ജസ്റ്റ് മാജിക്കൽ. എല്ലായിടത്തും ബാക്കി കുറേ സ്ട്രീറ്റ് ഫുഡാണെങ്കിൽ ഫുഡ്, എല്ലാ റെസ്റ്റോറൻറ്റ്സൊക്കെ ഓപ്പൺ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതായത് ഹോൾ സിറ്റി ഫീൽസ് സോ എലൈവ്. ലൈക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഭയങ്കര നമുക്ക് എന്താ നേരത്തെ പറഞ്ഞ പോലെ സേഫായിരുന്നു എവിടെ പോകാൻ വേണ്ടിയിട്ടും. പിന്നെ എസ്പെഷ്യലി നിങ്ങൾ ഈ ബിൽഡിങ്സിൻ്റെ ലൈറ്റപ്പൊക്കെ കാണുമ്പം അതും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഷോപ്പിംഗ് മോളും ഒക്കെ ആയിട്ട്. ദുബായിൽ നിന്ന് പോകുമ്പോൾ നമ്മളിപ്പോൾ ദുബായിലുള്ളവർക്ക് അറിയാൻ പറ്റും, ലൈക്ക് ദുബായിലെ നൈറ്റ് ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയായിരുന്നു നമുക്കിപ്പോൾ ബീജിങ്ങിൽ പോയപ്പോൾ അവിടെ ഫാമിലി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. ഷാനു പൊന്നും ഒക്കെ ആക്ച്വലി ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു ലൈക്ക് ചൈനയിൽ പോകണോ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ചൈനയിൽ ഇത്രമാത്രം എന്താ ഉള്ളത്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ മൊത്തത്തിൽ എന്താ റിയലൈസ് ചെയ്തത്, ഇത്ര ഒരു ഡെവലപ്ഡ് കൺട്രിയാണ് ചൈന എന്ന്. We just went to a mall and we were about to eat something, but there was nothing to eat. It was full Chinese food, and Chinese food does not fill me. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നടക്കാണ്. And I am wearing the most simple clothing right now, and I don't feel cold. നല്ല തണുപ്പുണ്ട് കേട്ടാ. തണുപ്പ് കുടിക്കുമെന്ന് അറിയില്ല. ഗ്ലബ്സ് വരെ ഇട്ടിട്ടില്ല പോലും. No, it's because I'm keeping it in my pocket. If I keep it outside, it feels cold. ഷാനു ഉണ്ട് ഇങ്ങനെ നോക്കി നോക്കി നടത്തിക്കുന്നുണ്ട്. Is it 1 kilometer? It's so nice. So nice to walk in this. എവിടെയാ പോകുന്നത് ഷാനു? Pizza Hut. അതൊക്കെ മൂക്കിൽ നല്ല കാറ്റടിക്കുന്നുണ്ട്. Pizza Hut? Will there be garlic bread? We never ate pizza in different Pizza? What is margarita? തന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നടക്കാൻ തുടങ്ങിയല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിലേക്ക് പോകട്ടെ. ഹോട്ടലിൽ നാളെ രാവിലെ നമുക്ക് ഇന്ന് ലാസ്റ്റ് നൈറ്റ് ഇൻ ബീജിംഗ്. ഇൻഷാല്ലാ നാളെ മോർണിംഗ് നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ പോവാണ് അല്ലേ? എവിടേക്ക് പോകുന്നത്? ചെങ്തു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ നിന്ന് കാണാം ഇൻഷാല്ലാ.
I just realized today we went to Great Wall of China. രസമുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ആഗ്രഹം നടന്നു. For me, personally, today was a better day than yesterday. ഇന്നാ പൊന്നൊന്ന് ഉഷാറായ. ഇന്നലെ കുറേ ആരംഭക്കളി ഉണ്ടായിരുന്നു. അങ്ങനെ പൊന്നൂൻ്റെ പിസ്സ എത്തിയിട്ടുണ്ട്. ഇത് ഓരോരാൾക്ക് ഓരോ പിസ്സ. ഷാനു ഈ നല്ല ലുക്ക് ഉണ്ടല്ലോ കാണാൻ. പഴയ ഷാനുവിൻ്റെ പിസ്സയായി. ഈ വണ്ടി ഇങ്ങനെ കാണാം. ഹെയർ കട്ട് ഏകദേശം കിട്ടുമല്ലോ. ഇത് നാണാന്നാ. അപ്പോൾ പിസ്സ ഒക്കെ വന്നു. രസമുണ്ട്. ഈ പിസ്സയിൽ എഗ്ഗും ഉണ്ട്. എന്താ ഷാനു ബിസിയാണല്ലോ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. Good night. Good day. Say good night. Where for? Say good night. Good night. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി നമ്മൾ ചൈനീസ് ഫുഡും ഇടയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ചൈനീസ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ വയറ് ഫുള്ളാവുന്നുണ്ടായിരുന്നില്ല. നല്ല തണുപ്പും ഉണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ഫുഡ് തന്നെ കഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു Subscribe, like, share, comment, and don't forget to ring the bell button. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമ്മളിത് ബെയ്ജിങ്ങിലെ ലാസ്റ്റ് നൈറ്റാണ്. ഇനി നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ Ma salama.